ചുട്ടയിലെ ശീലം ചുടല വരെ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേയുള്ള ശീലങ്ങൾ അങ്ങനെ മരണം വരെ കൊണ്ടു നടക്കേണ്ടതുണ്ടോ? നമുക്ക് മാറ്റാൻ കഴിയുമോ നമ്മുടെ ശീലങ്ങൾ? അങ്ങനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? പല ശീലങ്ങളും ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, പല സ്വഭാവങ്ങളും, അല്ലെ? ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബിഹേവിയേഴ്സ്, അതിനാണ് ശീലങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു അതൊരു ബിഹേവിയർ ആണ്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതെന്റെ ഒരു ബിഹേവിയർ. ഞാൻ മിണ്ടാതിരുന്നാൽ അതൊരു ബിഹേവിയർ ആണ്. ഞാൻ വെള്ളം കുടിച്ചാൽ, എനിക്ക് ദാഹിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിച്ചാൽ അതൊരു ബിഹേവിയർ ആണ്. എല്ലാം ഒരു ബിഹേവിയർ ആണ്. പക്ഷെ എല്ലാ ബിഹേവിയറിന്റെയും പിന്നിൽ ഒരു നീഡുണ്ട്. ഞാൻ എങ്ങനെ ജനിച്ചു വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു, കരയാൻ മാത്രം എനിക്ക് അറിയുമായിരുന്നു. പിന്നീട് എവിടുന്നാ ഈ സ്വഭാവങ്ങളൊക്കെ പഠിച്ചെടുത്തത്? ചുറ്റുപാടുകളോട് പ്രതികരിക്കാനും എനിക്കോരോ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളോട് എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ എവിടുന്നാ പഠിച്ചത്? ബിഹേവിയർ ഈസ് ഫങ്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. എന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഓരോന്നോരോന്നായി പഠിച്ചെടുത്തു. പിന്നീട് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന ബിഹേവിയേഴ്സ് എന്ത് ചെയ്യും? ഞാൻ വീണ്ടും 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 യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുമ്പോൾ അതെന്റെ ഒരു ശീലമായി മാറും. ഇപ്പോ ഞാൻ അറിയാതെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. എന്റെ ഇമോഷൻസ് ചില സമയത്ത് വല്ലാതെ എന്നെ ട്രിഗർ ചെയ്യുന്നു. ഞാൻ വളരെ മോശമായിട്ട് എന്നെ തന്നെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു. എന്റെ കൂടെയുള്ളവരൊക്കെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ പെരുമാറുന്നു. അപ്പൊ ഇതിനെ മാറ്റിപ്പണിയണ്ടേ? അതിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പോണില്ല. പകരം പുതുതായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ബിഹേവിയേഴ്സ് പഠിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഏതൊരു കാര്യവും നമ്മൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി മോർ ദാൻ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ ന്യൂറോൺസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ ന്യൂറോൺസ് ഫയർ ടുഗദർ, വയർ ടുഗദർ. ദെൻ ഓൾറെഡി വയേർഡ് ആയിട്ടുള്ള ന്യൂറോൺസ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഒരു ബിഹേവിയർ ആയിട്ട് മാറും. അത് നമ്മളുടെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് കണ്ടോ, പല കളറുകളിൽ, അത് ഓരോ പാത്വേസ്, ഓരോന്നും പുതുതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ ഒരു ന്യൂറൽ കണക്ഷൻസ് അവിടെ രൂപപ്പെടും. ഇത് എത്രത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് എനിക്ക് പിന്നെ അത് ഈസി ആയി മാറുക. പുതിയൊരു ബിഹേവിയർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താണ് എന്ന്, അതായത് ഡെയിലി 10 മിനിറ്റ് എങ്കിലും വായിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഡെയിലി 10 മിനിറ്റ് രാവിലെ വായിക്കുന്നു. ഒരു 7 ഡേയ്സ് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ആ വായന ഇത്ര കാലം ഇല്ലാത്ത ഒരു ബിഹേവിയർ ആണ്. സോ ഇന്ന് പുതുതായിട്ട് തുടങ്ങിയതാ. അപ്പൊ എന്താണ്? പുതുതായിട്ട് തുടങ്ങുന്ന ഒന്ന്, പുതിയൊരു ന്യൂറോൺ കണക്ഷൻസ് അവിടെ ബ്രെയിനിലുണ്ടാവും. ആ കണക്ഷന് 7 ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, 14 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുന്നു, 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു 60 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോഴേക്കും ഏകദേശം എൻ്റെ ഒരു ഹാബിറ്റ് ആയിട്ട് അത് മാറും. വീണ്ടും 90 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യാണ്. അതെന്റെ സെക്കൻഡ് നേച്ചറായിട്ട് മാറും, എന്റെ ഭാഗമായിട്ട് മാറും. ഞാൻ അറിയാതെ ആ സമയം ബുക്ക് എടുക്കുന്നു, ഞാൻ വായിക്കുന്നു. പലപ്പോഴും നമ്മുടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നത്, അതുപോലെ മുടി വാരുന്നത്, ഇങ്ങനെ ഒരുപാട് ബിഹേവിയേഴ്സ് നമ്മൾ അറിയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഇങ്ങനെ അറിയാതെ ചെയ്യുന്ന ബിഹേവിയേഴ്സിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയത് അവിടെ കിടന്നോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇനി അതിനെ മാറ്റാൻ നിന്നാൽ നമുക്ക് പണി കിട്ടും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ബിഹേവിയേഴ്സ് കൊണ്ടുവരാം. ഈ പുതിയ ബിഹേവിയേഴ്സ് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് ആ ന്യൂറൽ കണക്ഷൻസിനെ സ്ട്രോങ് ആക്കി നമ്മുടെ ഒരു സെക്കൻഡ് നേച്ചറാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല. എനിക്ക് 40 വയസ്സായി, 30 വയസ്സായി, ഇനിയിപ്പം ഇതുവരെയുള്ള ശീലങ്ങൾ ഞാൻ എങ്ങനെ മാറ്റാനാ? എന്റെ ദേഷ്യത്തെ എങ്ങനെ മാറ്റാനാ? എന്റെ സങ്കടത്തെ എങ്ങനെ മാറ്റാനാ? അതൊരു വിഷയമല്ല. ഞാൻ അതിന് കമ്മിറ്റഡ് ആണോ? പുതിയ ബിഹേവിയർ എന്താണോ വേണ്ടത് അത് നോക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടന്റ്. ഇത് നോക്കിയ ഒരു കാട്ടിലൂടെ, കാടും പുല്ലും നിറഞ്ഞു നടക്കുന്ന ഒരു വഴി, അതിലൂടെ ഒരു ദിവസം ഒരാൾ നടന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ആളുകൾ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വഴി അവിടെ ഉണ്ടാവും, അല്ലെ? ഈ വഴി കുറച്ച് ദിവസം യൂസ് ചെയ്യാതിരുന്നാലോ? ഒരാഴ്ച ആരും ആ വഴിയെ പോകുന്നില്ല. ഈ ചെടികളൊക്കെ കുറച്ച് ആ വഴിയിലൂടെ ഒക്കെ വളർന്നു വരും. ഒരു 1 മന്ത് അത് യൂസ് ചെയ്യാതിരുന്നാലോ? ഒരു 2 മാസം യൂസ് ചെയ്യാതിരുന്നാലോ? 3 മാസം യൂസ് ചെയ്യാതിരുന്നാലോ? 90 ഡേയ്സ് യൂസ് ചെയ്യാതിരിക്കുമ്പോഴേക്കും പിന്നെ അങ്ങനെ ഒരു വഴിയേ അവിടെ ഉള്ളത് മനസ്സിലാവില്ല. ഇതുപോലെ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്ത് എന്ത് ചെയ്യും? നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം പുതുതായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ബിഹേവിയറിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുതിയ ന്യൂറൽ കണക്ഷൻസ്, ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആകും. അത് നമ്മളുടെ ബിഹേവിയറിന്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഞാനിപ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് ഫസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു അവയർനെസ് എനിക്ക് ഉണ്ടാവും. ഇപ്പോഴുള്ള ഈ ഒരു ബിഹേവിയറിന് പകരം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കും. അതിലേക്ക് പുതിയ ബിഹേവിയറിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും.
ആ ഒരു ബിഹേവിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇമോഷൻസ് നമ്മൾ പഠിച്ചപ്പോ എന്താണ് അതിന്റെ ഒരു മെക്കാനിസം? ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഉള്ളിലേക്ക് വന്ന് അതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് വരുന്നു. ആ തോട്ട് ഒരു ഇമോഷനെ, ഒരു IR ഉണ്ടാക്കുന്നു. IR ഒരു ഇമോഷനെ ട്രിഗർ ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തോട്ടിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് തോട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിൽ ചേഞ്ച് ഉണ്ടാവുന്നത്? നമ്മുടെ ഇമോഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം.